ബീഹാർ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുന്നു. SIR-ഉം വോട്ട് കൊള്ളയും ചർച്ചയാകുമ്പോഴും ഭരണം നിലനിർത്താൻ കഴിയുമെന്നാണ് നിതീഷ് കുമാറിനും NDKയുമുള്ള പ്രതീക്ഷ. അതോ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട ഭരണം തേജസ്വി യാദവ് പിടിക്കുമോ? ബീഹാറിലെ നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ചാണ് ജിഷ്ണു രവീന്ദ്രൻ്റെ റിപ്പോർട്ട്. BJP-യും JDU-യും നേതൃത്വം നൽകുന്ന NDA-യും പ്രതിപക്ഷ സഖ്യമായ മഹാഗഡ്ബന്ധനും തമ്മിലുള്ള കനത്ത പോരാട്ടമാകും ഇത്തവണ ബീഹാറിലുണ്ടാവുക. സഖ്യരാഷ്ട്രീയത്തിലൂടെ അട്ടിമറികൾ സംഭവിക്കുന്ന പ്രവചനാതീതമായ രാഷ്ട്രീയ ഭൂമികയാണ് ബീഹാർ. 2014 രാജ്യത്തെമ്പാടും BJP-ക്ക് അനുകൂലമായ തരംഗം ആഞ്ഞടിച്ചിട്ടും ഒരു വർഷത്തിനുള്ളിൽ 2015 നടന്ന തിരഞ്ഞെടുപ്പിൽ JDU-യും RJD-യും ഉൾപ്പെടുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യമാണ് ബീഹാറിൽ വിജയിച്ചത്. 2020 തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയത് BJP-യുടെ നേതൃത്വത്തിലുള്ള NDA ആയിരുന്നെങ്കിലും 75 സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷി മഹാഗഡ്ബന്ധനിലെ RJD ആയിരുന്നു. രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിൻ്റെയും നേതൃത്വത്തിൽ നടന്ന വോട്ടർ അധികാർ യാത്രയുമായാണ് മഹാഗഡ്ബന്ധൻ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ആരംഭിച്ചത്. വോട്ടർ പട്ടികയിൽ സംഘടിതമായ ആളുകളെ ഉൾപ്പെടുത്തുകയും ഒഴിവാക്കുകയും ചെയ്യുന്നു എന്ന രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണങ്ങൾക്കു പിന്നാലെയാണ് വോട്ടർ അധികാർ യാത്ര പ്രഖ്യാപിക്കപ്പെട്ടത്. പ്രിയങ്ക ഗാന്ധിയും സിദ്ധരാമയ്യയും രേവന്ത് റെഡ്ഡിയും MK സ്റ്റാലിനും ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു രാഹുലിൻ്റെ യാത്ര. സ്വീകരണ കേന്ദ്രങ്ങളിൽ വലിയ ആൾക്കൂട്ടമാണ് രാഹുലിനെയും തേജസ്വിയെയും കാത്തുനിന്നത്. എന്നാൽ ഈ ജനക്കൂട്ടം വോട്ടാകുമോ എന്നതാണ് ചോദ്യം. ബീഹാറിലെ സാമുദായിക സമവാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 51% OBC വോട്ടർമാരുണ്ട് ബീഹാറിൽ. OBC രാഷ്ട്രീയം ഉയർത്തിക്കാണിച്ചാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നത്. പ്രധാനമന്ത്രി തന്നെ OBC-കാരനാണ് എന്ന പ്രചാരണം നേരത്തെ തന്നെ BJP നടത്തുന്നതാണ്. EBC വിഭാഗങ്ങളിൽ നിന്നുള്ള 18% വോട്ടർമാരുണ്ട് ബീഹാറിൽ. EBC-യിൽ ഉൾപ്പെടുന്ന കുർമി വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് നിലവിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. അങ്ങനെ EBC വിഭാഗത്തെ പിടിക്കാമെന്നും BJP കരുതുന്നുണ്ട്. 14% യാദവരും 17% മുസ്ലിങ്ങളുമാണ് ബാക്കിയുള്ളത്. ഇത് രണ്ടും RJD-ക്കും കോൺഗ്രസിനും മേൽക്കൈയുള്ള വോട്ട് ബാങ്കാണ്. ജനക്ഷേമ പദ്ധതികളിലൂടെ പ്രതിപക്ഷമുയർത്തുന്ന വെല്ലുവിളികളെ മറികടക്കാം എന്ന വിശ്വാസത്തിലാണ് NDA. ബിരുദധാരികൾക്ക് മാസം 1000 രൂപ വെച്ച് നൽകുന്ന സ്റ്റൈപ്പൻഡ് പദ്ധതി ഉൾപ്പെടെ 65,000 കോടി രൂപയുടെ പദ്ധതികളാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. അതേസമയം ഭരണത്തിലെത്തിയാൽ 10 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുമെന്നാണ് മഹാഗഡ്ബന്ധൻ പ്രഖ്യാപിച്ചത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മുതൽ ജനക്ഷേമ പദ്ധതികളും സാമുദായിക സമവാക്യങ്ങളും ചർച്ചയാകുന്ന ചൂടുപിടിച്ച തെരഞ്ഞെടുപ്പ് കാലത്തേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന ജിഷ്ണു രവീന്ദ്രനാണ്.